പിണറായിസത്തെ തോൽപ്പിക്കാൻ ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ 110 സീറ്റോടെ UDF അധികാരത്തിൽ വരും. ബേപ്പൂരിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. VD സതീഷിനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ജനങ്ങൾ അനുവദിക്കില്ലെന്നും PV അൻവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബേപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ വികസനമില്ലായ്മ ജനങ്ങൾ നന്നായിട്ട് പഠിച്ചു, അവരനുഭവിച്ചു. ആശുപത്രിയിൽ ഒരു രക്ഷയില്ല, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് കോളേജില്ലാത്ത വിഷയങ്ങൾ, പൂട്ടിക്കിടക്കുന്ന സബ് സെൻ്ററുകൾ, തൊഴിൽ മേഖല, ഒന്നിലും ഇടപെടാതെ മനുഷ്യനെ വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. 25,000 വോട്ടിന് നമുക്ക് ജയിക്കാൻ കഴിയും. 4-ാം തീയതിയാണല്ലോ റിസൾട്ട് വരുന്നത്. അന്ന് 3 മണിക്ക് നിങ്ങൾ രാമനാട്ടുകര വരിക. ഞങ്ങൾ അവിടുന്ന് വിജയാഹ്ലാദ പ്രകടനം കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ രാമനാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച് മണ്ഡലം മുഴുവൻ ചുറ്റും. അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്. ഇനി UDFിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാന വ്യാപകമായി, കാരണം താങ്കൾ UDFിനോടൊപ്പം ചേർന്ന് UDFിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? UDFിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. 100-ൽ കുറയാത്ത സീറ്റിന് ഞാൻ 110-ലാണ് നിൽക്കുന്നത്. കാരണം പിന്നീടുള്ളത് BJPക്ക് ഇവിടെ സ്റ്റേറ്റിൽ വോട്ട് ഭയങ്കരമായിട്ട് കുറയും. അതുകൊണ്ടാണ് ഞാൻ 110 എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് 100-ലാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ജനങ്ങളുടെ ഇടയിൽ നടന്ന് അവരെ മനസ്സറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. സംസ്ഥാനത്തിലേക്ക് വീണ്ടും വന്നാൽ ഈ VD സതീശൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് UDFിനെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ വനവാസത്തിലേക്ക്, രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും എന്നൊക്കെയുള്ളത്. അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും വനവാസത്തിന് പോകേണ്ടി വരില്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വാക്കുറപ്പുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകും. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ വനവാസത്തിന് കേരളത്തിലെ ജനങ്ങൾ വിടുമെന്ന അഭിപ്രായം എനിക്കില്ല. UDF അതിശക്തമായി അധികാരത്തിൽ വരും. അതുപോലെ ബേപ്പൂർ നോക്കിയാൽ ബേപ്പൂരിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ന്യൂനപക്ഷ മേഖല കൂടുതലുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI വോട്ടുകൾ, പിന്നെ AP വിഭാഗം തന്നെ ഇപ്പോൾ LDFിനോടൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ കാന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ഈ SDPIയുടെ ഒക്കെ വോട്ടുകൾ ഏത് മേഖലയിൽ CPMനോടൊപ്പം പോയാൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചറിയുണ്ടാവുമോ? അല്ല, എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി സത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. അതിൽ പണാധിപത്യമുണ്ട്, അതിൽ ഏകാധിപത്യമുണ്ട്, അതിൽ സ്വേച്ഛാധിപത്യമുണ്ട്, അതിൽ വർഗീയതയുണ്ട്, അതിൽ മനുഷ്യനെ വഞ്ചിക്കുന്ന നിരവധിയായ നിലപാടുകളുടെ ബാക്കിപത്രമാണ് പിണറായി സം എന്ന് പറയുന്നത്. ഞാൻ ആരെ വോട്ടും സ്വീകരിക്കും. പിണറായി സത്തിനെതിരെ ആര് വോട്ട് ചെയ്താലും ആ വോട്ട് ഞാൻ സ്വീകരിക്കും. കാരണം ഇവിടെ അവസാനിക്കേണ്ടത് പിണറായി സമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മനുഷ്യരുടെ ഒരു ഏകീകരണം മൊത്തത്തിലുണ്ടാകും. പിണറായി ഉണ്ടാക്കിയ എന്ത് സെറ്റിൽമെൻറ്റും ജനം ഈ പറയുന്ന സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയ പ്രവർത്തകർ വോട്ട് ചെയ്യണമല്ലോ. നേതാക്കന്മാർ ഡൽഹിയിൽ ഇരുന്നിട്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിവിടെ പ്രാവർത്തികമാകില്ല. UDF അതിശക്തമായി തിരിച്ചു വരും. എല്ലാ വിജയാശംസകളും.